നമോ ഭഗവതേ വാസുദേവായ. താവദ്ഭയം ദ്രവിണഗേഹസുഹൃന്നിമിത്തം ശോകസ്പൃഹാ പരിഭവോ വിപുലശ്ച ലോഭഃ താവന്മമേത്യ സദവഗ്രഹാർത്തിമൂലം യാവന്നദേംഗ്രിമഭയം പ്രവൃണീത ലോകഃ. എന്നു വരജ്ജനം ഭീതിവിഹീനമാം നിന്നുടെ പാദമൂലത്തെ ശ്രയിച്ചിടാ. ഞാനെന്നെഴും അഭിമാനവും ലോഭവും മാനസ്പൃഹകളും ഭീതിയും പുത്രകളത്രമിത്രാദികളാലെഴുമത്തലും അന്നോളവുമിട്ടലട്ടിടും. ഭഗവാനെ ഭജിക്കാതിരിക്കുന്നത് കൊണ്ടുള്ള ദോഷഫലങ്ങളെക്കുറിച്ച് പറയുന്നു. ലോകർ ഏതുകാലം വരെ ഭയരഹിതമായി ഭഗവാന്റെ പാദമൂലത്തെ ശരണം പ്രാപിക്കാതിരിക്കുന്നുവോ അതുവരെ ദുഃഖകാരണമായ എൻ്റേതെന്നുള്ള അസത്തായ അഭിമാനം, അധികരിച്ച ലോഭം, അവമാനം, കാംക്ഷ, ധനം, ഗൃഹം, സുഹൃത്തുക്കൾ മൂലമുണ്ടാകുന്ന ദുഃഖം, പേടി എന്നിവ ഉണ്ടായിക്കൊണ്ടിരിക്കും. ദൈവേന തേ ഹദതിയോ ഭവതഃ പ്രസംഗാത് സർവാശുഭോശമനാദ്വിമുഖേന്ദ്രിയായേ കുർവന്തി കാമസുഖലേശലവായദീനാ ലോഭാഭിഭൂതമനസോ കുശലാനി ശശ്വത്. എല്ലാ വിപത്തും ഒഴിച്ചിടും അങ്ങയിലുള്ള മർപ്പിച്ചു സഹകരിക്കാത്തവൻ ദൈവാഹതനായി ലുബ്ധനായി ആർത്തനായി ചെയ്വൂമതീമങ്ങി നിത്യവും ദുഷ്കൃതം. ഭക്തിഹീനരുടെ ശോച്യാവസ്ഥയെ വിവരിക്കുന്നു. സർവങ്ങളായ അശുഭങ്ങളെ നശിപ്പിക്കുന്നതായ ഭഗവാനോടുള്ള പ്രകൃഷ്ടമായ സംസർഗത്തിൽ നിന്ന് പിന്തിരിഞ്ഞിരിക്കുന്നവർ പ്രാരബ്ധമായിരിക്കുന്ന ദുരദൃഷ്ടത്താൽ ഹനിക്കപ്പെട്ട ബുദ്ധിയോടുകൂടിയവരാകുന്നു. കാമസുഖങ്ങളുടെ ലേശലേശത്തിനു വേണ്ടിയിട്ട് ദുഃഖിതരും അതിതൃഷ്ണയാൽ വിവേകമില്ലാത്ത മനസ്സോടുകൂടിയവരുമായിട്ട് എപ്പോഴും പാപങ്ങളെ ചെയ്യുന്നു. ക്ഷുത്രിതൃധാതുബിരിമാമുഹുരർദ്യമാനാഃ ശീതോഷ്ണവാദവർഷൈരിതരേതരാ ച കാമാഗ്നിനാച്യുതരുഷാ ച സുദുർഭരേണ സംപശ്യതോ മനോരുക്രമസീദതേ മേ. ക്ഷുത്തുദാഹം വാദപിത്തകഫങ്ങളുമൊത്തു ശീതാതപവാദവർഷാദിയും കാമാഗ്നിയും നശിക്കാതുള്ള കോപവും മാമക സന്താന സഞ്ചയമേറ്റഹോ. കഷ്ടപ്പെടുന്നതു കാൺകയാലൻ മനം പൊട്ടിത്തകർന്നു തളരുന്നിതേറ്റവും. തൻ്റെ സൃഷ്ടിവർഗങ്ങളുടെ ദുഃഖത്തെ കാണുമ്പോഴുണ്ടാകുന്ന സന്താപത്തെ ബ്രഹ്മാവ് ഇവിടെ പറയുന്നു. ഹേ മഹാപരാക്രമശാലിയായ ദേവ, വിശപ്പ്, ദാഹം, ശോകം, മോഹം, ജര, മൃത്യു എന്ന ഷഡൂർമികളാലും വാദം, പിത്തം, കഫം എന്ന 3 ധാതുക്കളാലും തണുപ്പ്, ചൂട്, കാറ്റ്, മഴ എന്നിവയാലും അന്യോന്യം ബന്ധപ്പെട്ടിരിക്കുന്ന ഭാര്യാപുത്രാദികളാലും ക്ലേശിച്ചുകൊണ്ടിരിക്കുന്ന എൻ്റെ സന്താനങ്ങളെ കാണുമ്പോൾ എൻ്റെ മനസ്സ് തളരുന്നു. യാവത് പൃഥക്ത്വമിദമാത്മന ഇന്ദ്രിയാർത്ഥമായാബലം ഭഗവതോ ജനൈശ പശ്യേത് താവന്ന സംസ്മൃതിരസൗ പ്രതിസംക്രമേത വ്യർത്ഥാവി ദുഃഖനിവഹം വഹതി ക്രിയാർത്ഥ. ഇന്ദ്രിയവും അഞ്ചുമാകാശഭൂമ്യാദിയും നിന്തിരുമേനി തന്മായാവിനിർമ്മിതം എന്നോളവുമവ നിന്നിൽ നിന്നന്യമായി തന്നെ കാണുന്നു ജനങ്ങളെന്നാൾ വരെ. ദുഃഖസമൂഹം വഹിക്കുന്ന നിഷ്ഫല ദുഷ്കർമ്മയുക്ത സംസാരത്തെ വിട്ടിടാ. ഭക്തി കൊണ്ട് മായാബാധ നശിക്കണം. എന്നാൽ മാത്രമേ ആത്മാവിൻ്റെ നിത്യാനന്ദ സ്വരൂപം അനുഭവപ്പെടുകയുള്ളൂ. അതുവരെ ക്ലേശം തന്നെ ഫലം. കർമ്മം കൊണ്ട് ദുഃഖം നശിക്കുകയില്ല എന്ന് സാരം. ഹേ ഈശ്വര, നിൻ തിരുവടിയുടെ ഇച്ഛാസ്വരൂപിണിയായ മായ ആകാശാദിഭൂതങ്ങളായിട്ടും ചക്ഷുരാദികളായ ഇന്ദ്രിയങ്ങളായിട്ടും ഭവിച്ചു. അവയുടെ സംയോഗം നിമിത്തം ദേഹങ്ങളുണ്ടായി. ഇവയെല്ലാം ഭഗവാനിൽ നിന്ന് ഭിന്നങ്ങൾ തന്നെ എന്നുള്ള തെറ്റിദ്ധാരണ, ഭേദഭാവന.
ജനങ്ങൾക്കുണ്ടായിരിക്കുന്ന കാലം വരെ ശരീരാദികളിൽ ആത്മാഭിമാനം നിമിത്തം കർമ്മഫലത്തോടുകൂടിയ ഈ സംസാരം നശിക്കുകയില്ല. അജ്ഞാപൃതാർത്ഥകരണാനിശിനിശ്ചയാന നാനാമനോരഥതിയാ ക്ഷണഭഗ്നനിദ്രാഃ ദൈവാഹദാർത്തരജനാ ഋഷയോപി ദേവാ യുഷ്മത്പ്രസംഗവിമുഖായിഹ സംസരന്തി. നിൻ കഥ കേൾക്ക കീർത്തിക്ക ഇത്യാദിയിൽ പങ്കെടുക്കാത്തോർ മഹർഷികളാകിലും നിത്യം പകൽ ഗൃഹകാര്യ നിരന്തര വൃത്തിയാൽ ഏറ്റവും ക്ഷീണിച്ചു രാത്രിയിൽ നാനാമനോരഥ മഗ്നരായി നിദ്രയിൽ വീണു പൊടുന്നനെ ഞെട്ടിയുണർന്നഹോ. അർത്ഥാർജനശ്രമം വിഘ്നങ്ങൾ കാരണം വ്യർത്ഥമായി പാർത്തു മുങ്ങുന്നു ഭവാബ്ദിയിൽ. ശാസ്ത്രാഭ്യാസം കൊണ്ട് മാത്രം ഫലം സിദ്ധിക്കുകയില്ല. ഭഗവത് ഭക്തി വർദ്ധിച്ചാൽ മാത്രമേ ജീവന് സംസാര നിവൃത്തി സിദ്ധിക്കുകയുള്ളൂ. വേദങ്ങളും ശാസ്ത്രങ്ങളും നന്നായി പഠിച്ചവരും മന്ത്രങ്ങളെ കണ്ടുപിടിക്കുവാൻ തക്ക വൈഭവമുള്ളവരുമായ ഋഷികളായാലും ഫലമില്ല. കഥാശ്രവണാദി ഭഗവത് ഭക്തിപരന്മാരല്ലാതെ വന്നാൽ അവരും ജന്മമരണാദി ക്ലേശങ്ങളെ അനുഭവിക്കുക തന്നെ വേണം. അവരുടെ മനസ്സ് പകൽ സമയങ്ങളിൽ കുടുംബകാര്യങ്ങളിൽ താല്പര്യമുള്ളതായി വരുമ്പോൾ അതിനുചിതമായ പലവിധ വ്യാപാരങ്ങളിൽ ഏർപ്പെടും. അതുനിമിത്തം ഇന്ദ്രിയങ്ങൾ തളരും. രാത്രിയിൽ വിശ്രമത്തിനായിട്ട് ശയിച്ചാലും പലമാതിരി മനോരഥങ്ങളിൽ വ്യാപരിക്കുന്ന ബുദ്ധി നിമിത്തം ദൃഢനിദ്ര കൂടി സിദ്ധിക്കാതെ വ്യസനിക്കും. ഭാര്യാപുത്രാദികളെ സംരക്ഷിപ്പാൻ വേണ്ടി ധനാദി പദാർത്ഥങ്ങളെ സമ്പാദിപ്പാൻ ചെയ്യുന്ന പരിശ്രമങ്ങളൊക്കെ പലപ്പോഴും നിഷ്ഫലങ്ങളായി ഭവിക്കും. ഹരേ കൃഷ്ണ.